ജില്ലാ പോലീസ് മുഴുവൻ ഈ ഇത്ര ദിവസം പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും അവരുടെ അനുഭവങ്ങൾ, കാരണം നമുക്ക് ഈ ഇങ്ങനെ ഒരു പ്രതി വെല്ലുവിളിച്ച് നമ്മൾ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു രീതി ഒരു ശരിയായിട്ടുള്ള ഒരു അന്വേഷണമല്ല സമൂഹത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും പിടിക്കാനായിട്ടുള്ള ഒരു സിൻസിയാരിറ്റി കാണിച്ചിട്ടുണ്ട്. അതാണ് എല്ലാ ഉദ്യോഗസ്ഥരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പ്രത്യേകിച്ച് ഈ ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് കുറച്ച് ഉദ്യോഗസ്ഥരുള്ളും, അല്ലാതെ ഈ എൻറ്റയർ കണ്ണൂർ പോലീസ് തന്നെ ഇതിൻ്റെ പിന്നിലിരുന്ന് പ്രവർത്തിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിയെ വിവരങ്ങൾ എങ്ങനെ ശേഖരിച്ച് ഫീൽഡ് ലെവലിൽ, അതേപോലെ തന്നെ സൈബർ വിവരങ്ങളെല്ലാം എങ്ങനെ ശേഖരിച്ച് എങ്ങനെ അവർ വെരിഫൈ ചെയ്ത് എങ്ങനെ പിടികൂടി അവരുടെ അനുഭവങ്ങൾ ഒന്ന് കേട്ടറിഞ്ഞപ്പോൾ നല്ല ഒരു ഗുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവരെ അഭിനന്ദിക്കാനാണ് ഇവിടെ പ്രത്യേകം എത്തിയത്. രാവിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ച് എൻറ്റയർ പോലീസ് ഫോഴ്സ് അഭിനന്ദിച്ചിട്ടുണ്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട ADGP വിജയൻ സാറും പ്രത്യേകം അഭിനന്ദിച്ച് എല്ലാ ഉദ്യോഗസ്ഥരും. അപ്പോൾ DIGയുടെ നിലയിൽ എനിക്കും ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അവരുടെ ഒരു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താനാണ് എത്തിയത്. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിയെ പിടിച്ച് ഇപ്പോൾ ഉച്ചയ്ക്കാണ് റിമാൻഡ് ചെയ്തത്. ആ പ്രതിയെ ഹാർബറിങ് ചെയ്യാൻ, അതായത് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ച് അതിക്ക് വേണ്ടിയ സപ്പോർട്ടുകൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ട്രാൻസ്പോർട്ടും പിന്നെ താമസിക്കാനും ഫുഡും മറ്റേ എല്ലാം കൊടുത്ത കാര്യങ്ങൾ ആരൊക്കെയാണ് നമ്മളത് വിശദമായിട്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ച് തീർച്ചയായിട്ട് അങ്ങനെ ഹാർബറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഈ പറയുന്ന പ്രതിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കും. അല്ല, നമുക്ക് അദ്ദേഹം വെല്ലുവിളിച്ചത് കൊണ്ട് ഇപ്പോൾ നമുക്ക് കണ്ടല്ലേ, പിടിച്ചല്ലേ പോലീസ്. അപ്പോൾ അതൊരു കാര്യമല്ല. ഇപ്പോൾ ഓക്കെ, 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾ നിരന്തരം പോസ്റ്റ് ഇടുകയും വാർത്തകൾക്കടിയിൽ കമന്റ് ഇടുകയും അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ നിയമവിരോധമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഈ പ്രതി മാത്രമല്ല പ്രതിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല, നമ്മൾ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനം മുഴുവൻ നമ്മൾ ഈ പറയുന്ന ആന്റി സോഷ്യൽസ് ADGP ലോ ആൻഡ് ഓർഡർ സാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ സംസ്ഥാനം മുഴുവൻ നമ്മൾ ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗുണ്ടാസും റൗഡീസും നമ്മൾ പരിശോധിക്കുകയാണ്. പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണ്ടാസും റൗഡീസും ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ പെൻഡിങ് ഉള്ള കേസുകൾ ഉടൻ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജില്ല മുഴുവൻ. അതുപോലെ തന്നെ ഈ കാപ്പ കേസുകൾ പീരീഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെല്ലാം അവരുടെ ആക്ടിവിറ്റീസ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് തുടരുകയാണ്. ഈ പ്രതി പിടിച്ചതോടുകൂടി അവസാനിക്കില്ല, ഈ ഒരു ഓപ്പറേഷൻ ഗ്രിപ്പ് തുടർന്ന് മുന്നോട്ട് പോകും. അല്ല, ഇപ്പം നമ്മൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റിഗേഷൻ വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ അദ്ദേഹം വേറെ ചില കേസുകളിലും ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും അവരുടെ നടപടികൾ സ്വീകരിച്ച് കോടതിയിൽ കുറ്റപത്രം കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒന്നുക്ക് കൂടുതൽ കേസുകളുള്ള വ്യക്തികൾ തീർച്ചയായിട്ട് മുൻകാലങ്ങളിൽ അവർ എങ്ങനെയാണ് ജാമ്യം നേടിയിട്ടുള്ളത്, ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിലെന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും പരിശോധിച്ച് ജാമ്യൻ വ്യവസ്ഥകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് കോടതി മുഖാന്തരം അത് ക്യാൻസൽ ചെയ്യാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ സെക്ഷൻ 3 കാപ്പോ അല്ലെങ്കിൽ സെക്ഷൻ 15 കാപ്പോ ഏതാണ് ഈ പറയുന്ന ഗുണ്ടാസും റൗഡീസും എതിരായിട്ട് ഫിറ്റായിട്ടുള്ളത് പരിശോധിച്ച് കൺസേൺഡ് അതോറിറ്റി മുൻപ് റിപ്പോർട്ട് നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പെൻഡിംഗ് ഉള്ള ട്രയൽ കേസുകളിൽ തീർച്ചയായിട്ടും വേഗം ട്രയൽ പൂർത്തീകരിക്കാനുള്ള ഏർപ്പാടുകൾ സ്വീകരിക്കും. അല്ല, ഇതൊക്കെ വേണ്ടി നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ പേര് എടുത്ത് അങ്ങനെ പറയുന്നത് ശരിയില്ല. കാരണം ഇൻഫർമേഷൻ പല ആളുകൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കേരള പോലീസിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് നമുക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദിവസങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് പ്രതിയെ പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹത്തിൽ ഞാൻ പറയുന്നത്
പറയുന്നത് എല്ലാവരെയുമാണ്, പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സപ്പോർട്ട് പിന്തുണ കേരള പോലീസിന് ലഭിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഈസി ആയിട്ട് പിടിക്കാൻ സാധിച്ചത്. ഈ പോലീസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാ ഇൻഫർമേഷൻസ് നൽകിയ ഓരോരോ വ്യക്തിക്കും പ്രത്യേകം നമുക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ അത് പറഞ്ഞല്ലേ, 23 കേസുകളുണ്ടല്ലേ, ആ കേസുകളുടെ അവസ്ഥകൾ ഇപ്പോൾ എന്താണ് പരിശോധിക്കാം. അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ കേസ് വേഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം കൊടുക്കാം. പെൻഡിങ് ട്രയൽ കേസുകൾ ട്രയൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. കാപ്പ നടപടികൾ തുടങ്ങും. ബെയിൽ വയലേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടപടികളും തുടങ്ങും. അതുപോലെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് എവിടെയാണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം ഉടൻ തുടങ്ങും. അല്ല, നമ്മൾ അത് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ പ്രതി പിടിക്കപ്പെട്ടത് കണ്ണൂരിൽ വെച്ചിട്ടാണ്. പക്ഷേ കേരള പോലീസ് മൊത്തം എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടി പല ഇൻഫർമേഷൻസ് പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. എല്ലാ ഇൻഫർമേഷൻസും വളരെ ഗൗരവത്തോടെ തന്നെ എല്ലാ ജില്ലകളിലെയും പരിശോധന നടത്തി ആ ജില്ലകളിലെ പരിശോധിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുക്കും. അല്ലെങ്കിൽ അത് നമ്മളുടെ മേലുദ്യോഗസ്ഥരോട് അറിയിച്ചിട്ട് മറ്റ് ജില്ലകളിൽ ഷെയർ ചെയ്യുക, ഉടൻ അത് ചെക്ക് ചെയ്യുക. അങ്ങനെ കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻസ് എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നത്. അതിക്ക് വേണ്ടി ശാസ്ത്രീയമായിട്ട് സൈബർ രംഗത്തിലുള്ള എല്ലാ സേവനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോരോ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്താണ് ഈ പ്രതിയിൽ എത്തിയത്, പ്രതി പിടിക്കപ്പെട്ടത്. അല്ല, ആ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷണത്തിൽ പറയാം. കേസ് അന്വേഷണത്തിൽ ഉള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ കോടതിയിൽ റിപ്പോർട്ടായിട്ട് കൊടുക്കാം. കാപ്പ ചുമത്തണമെങ്കിൽ ഒന്നുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാവണം. അപ്പോൾ ഇയാൾക്കെതിരായിട്ട് ഒന്നുക്ക് കൂടുതൽ കേസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചിട്ട് കാപ്പ നിയമപ്രകാരം അദ്ദേഹം അർഹതയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. ഓക്കെ, അത് പറഞ്ഞല്ലേ തുടക്കത്തിൽ തന്നെ, ഹാർബറിങ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് അത് വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ചിട്ട് നിയമ നടപടികൾ അതെ കറക്റ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനെ അങ്ങനെ എന്തെങ്കിലും അത് നമുക്ക് ആൾറെഡി ഉണ്ട്. പ്രത്യേക കണ്ടല്ലേ, വലിയ സ്ക്വാഡ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ടീം ആൾറെഡി ഉണ്ട്, അവർ ചെയ്യും. ഇദ്ദേഹത്തിന് വേണ്ടി ഹാർബർ ചെയ്ത എല്ലാ വ്യക്തികളെയും നമ്മൾ വ്യക്തികൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കും. താങ്ക് യു. അർജുൻ നായങ്കിയെ പിടികൂടാൻ സഹായിച്ചവരെ അഭിനന്ദിക്കുകയാണ് കണ്ണൂർ റേഞ്ച് DIG. അർജുൻ നായങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച എല്ലാവരെയും ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തും. അർജുൻ നായങ്കിക്ക് മേലുള്ള കുറ്റകൃത്യങ്ങൾ, ഇതുവരെ രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളടക്കം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പൊതുജനങ്ങൾക്കുൾപ്പെടെ, പോലീസിനെ സഹായിച്ച പൊതുജനങ്ങൾക്കുൾപ്പെടെ നന്ദി അറിയിക്കുകയായിരുന്നു കണ്ണൂർ റേഞ്ച് DIG.